അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷത്തിന്റെ ഭാഗമായി കോഴിക്കോട് എരഞ്ഞിക്കലിലെ ജില്ലാ ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിൽ കുടുംബശ്രീ വിപണന മേള സംഘടിപ്പിച്ചു. മേള വാർഡ് കൌൺസിലർ ആമിറ സിറാജ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീ സാന്ത്വന പദ്ധതിയായ സീതാലയത്തിന്റെയും കോഴിക്കോട് നാഷണൽ ആയുഷ് മിഷന്റെയും സംയുക്താഭിമുഖ്യത്തിലായിരുന്നു വിപണനമേള സംഘടിപ്പിച്ചത്. ആശുപത്രി സൂപ്രണ്ട് അധ്യക്ഷയായി. അത് തന്നെ ശരിക്കും പറഞ്ഞ ഒരു തരം ശാക്തീകരണമാണ് അല്ലെ. ആ അളവിൽ പറയുകയാണെങ്കിൽ നമ്മളുടെ ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രസക്തി അപ്രസക്തമാകുന്നതാണ്. പ്രത്യേകിച്ചും കേരളത്തിന്റെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ സ്ത്രീകള് വളരെയധികം മുന്നോട്ട് പോയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതിന് നമ്മുടെ അടിസ്ഥാന വിദ്യാഭ്യാസത്തിന്റെ ഗുണമുണ്ട്. പിന്നെ സ്ത്രീയും പുരുഷനും തുല്യരാണ് എന്നുള്ളൊരു സങ്കല്പം പണ്ട് മുതലേ കേരളത്തിൽ ഭയങ്കര രൂഢമാണ്. അപ്പൊ ആ തരത്തില് നമ്മളെ ജനിച്ച ഈ ഒരു സംസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഭാഗ്യം തന്നെയാണ്. നമ്മൾ ഒരിക്കലും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാണെങ്കിലോ ഓപ്പർച്യൂണിറ്റിയുടെ കാര്യങ്ങളിലാണെങ്കിലോ അല്ലെങ്കിൽ വ്യക്തിത്വ വികസനത്തിന്റെ കാര്യത്തിലാണെങ്കിലോ ഇനി ആത്മാഭിമാനത്തിന്റെ കാര്യത്തിലാണെങ്കിലോ ഒന്നും നമ്മൾ പിറകോട്ട് നിൽക്കുന്നില്ല. എങ്കിൽ കൂടിയും നമ്മൾ ഒരു റിമൈൻഡറായിട്ട് ചിലപ്പോഴെങ്കിലും നമ്മൾ സ്ത്രീ എന്നുള്ള നിലയ്ക്ക് കുറച്ച് പിറകോട്ട് പോകുന്നുണ്ടോ അല്ലെങ്കിൽ നമുക്ക് ചില ഓപ്പർച്യൂണിറ്റീസ് എങ്കിലും നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരു ആശങ്ക എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ അങ്ങനെ ആശങ്കപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല എന്നുള്ളതാണ് ഈ ഒരു ദിവസം. പരിപാടി ഉദ്ഘാടനം ചെയ്ത വാർഡ് കൌൺസിലർ ആമിറ സിറാജ് വിപണനമേളയിലെ ആദ്യ ഉപഭോക്താവായി. തന്നെ നിർബന്ധമാണ്. അവരെ ആരോഗ്യവതിയായി നിൽക്കുമ്പോൾ ആ കുടുംബവും ആരോഗ്യപരമായിരിക്കും. അവരെ കുട്ടികള്, അവരെ ഹസ്ബൻഡ്, അവരെ അച്ഛൻ, അമ്മ, എല്ലാ കാര്യത്തിലും. അപ്പൊ ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ ഇനിയും മുമ്പോട്ട് വെക്കേണ്ടതുണ്ട്. നമ്മുടെ സ്ത്രീകളെ ഇനിയും ഒരുപാട് പേര് ഇപ്പോഴും മുമ്പോട്ട് ഇറങ്ങി വരാത്ത ഒരു ശതമാനം ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അവരെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. അവരെ റൈറ്റ്സ്, വാല്യൂസ് എന്താന്നുള്ള അവർക്ക് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് അവരെ ഇനി മുമ്പോട്ട് കൊണ്ടുവന്ന് ഇതുപോലെയുള്ള പ്രോഗ്രാംസുകളിൽ അവരെ ഉൾക്കൊള്ളിക്കുകയും ഇനി അങ്ങോട്ട് അവരെന്തെങ്കിലും പ്രോബ്ലംസോ അങ്ങനെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ അവരായിട്ട് ഷെയർ ചെയ്ത് അവർക്ക് നമ്മൾ എന്തുണ്ട് എന്നുള്ള സപ്പോർട്ടും കാര്യങ്ങളും അവരെ മുമ്പിൽ തന്നെ വെക്കേണ്ടതുണ്ട്. നമ്മുടെ കോഴിക്കോട് കോർപ്പറേഷൻ തന്നെ സീതാലയം മെഡിക്കൽ ഓഫീസർ ജോസ്ന ബാലകൃഷ്ണൻ പദ്ധതി വിശദീകരിച്ചു. നയിക്കപ്പെടുന്ന ഒരു പദ്ധതിയാണ്. അപ്പം മെയിനായിട്ട് നമ്മൾ സ്ത്രീ സാന്ത്വനം ഹോമിയോപ്പതിയിലൂടെയുള്ള ഒരു കാര്യമാണ് സീതാലയത്തിൽ കൈകാര്യം ചെയ്യുന്നത്. സ്ത്രീകൾക്ക് വേണ്ടി അവരുടെ സന്തോഷം, അവരുടെ ആരോഗ്യം, അവരുടെ സാമൂഹിക സമത്വം ഇതൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് നമ്മൾ ഈ സീതാലയം പദ്ധതി രൂപീകരിച്ചിട്ടുള്ളത്. അപ്പം ഇതിൽ അതുപോലെ തന്നെ സ്ത്രീകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിയമത്തിലൂടെ എന്തൊക്കെ ചെയ്യണമെന്നുള്ള അറിവിക്കുന്ന സാഹചര്യത്തിൽ നമുക്കൊരു നിയമപരിജ്ഞാനം നൽകാനും സീതാലയം പദ്ധതിയിലൂടെ സാധിക്കുന്നുണ്ട്. അതുപോലെ അവഗണിക്കപ്പെട്ട ഡോക്ടർമാരായ ഹരീഷ് ബാബു, റോനിഷ, ഷിജില, രമ്യ, ശ്രീമതി ഗീത എന്നിവർ സംസാരിച്ചു. വനിതാദിനത്തിന്റെ സന്ദേശം പറയുമ്പോൾ എനിക്കെല്ലാം ആരോഗ്യ നിർദ്ദേശം പറയേണ്ട കാര്യമില്ല. കാരണം ഇവിടെ ഇരിക്കുന്ന ഓരോ ഫൈറ്റേഴ്സാണ്, ഓരോ പോരാളികളാണ്. എനിക്ക് ഓൾറെഡി അറിയാം. എല്ലാവരും ഒന്നും കമ്പെടുത്തില്ലല്ലോ. പക്ഷെ യഥാർത്ഥത്തിൽ വേണ്ടത് എനിക്ക് തോന്നുന്നത് 12 വയസ്സിന് അപ്പുറത്തേക്കുള്ള പെൺകുട്ടികളെ കിട്ടുമ്പോൾ അവർക്ക് എല്ലാവരും പറഞ്ഞു തുടങ്ങേണ്ടത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയേണ്ടത്. ഇപ്പൊ നേരത്തെ പറഞ്ഞു ഒരു സമൂഹത്തിൽ സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സ്ത്രീകൾ ആ കുടുംബത്തിൽ നന്നായി വരുന്നതിനനുസരിച്ചിട്ടാണ് ബാക്കിയുള്ള ഡെവലപ്മെന്റ് കൂടുതലും. അതുപോലെ തന്നെ എനിക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് നമ്മൾ അവരുടെ കുട്ടികൾക്ക് കണ്ടുപിടിക്കാൻ ഒരു മാതൃക, കുട്ടികൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നമ്മൾ ആദ്യം കാണിച്ചു കൊടുക്കുമ്പോഴാണ് അവർക്ക് വളർന്നു വരുന്നവർക്ക് അനുഭവത്തിൽ മനസ്സിലാവും. ഇപ്രാവശ്യത്തെ ഇന്റർനാഷണൽ വിമൻസ് ഡേ 2 ടീമാണ് മുമ്പോട്ട് വെച്ചത്. കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു, റൈറ്റ്സ്, അതുപോലെ ജസ്റ്റിസ്, ആക്ഷൻ എന്നുള്ളത്. നിങ്ങൾ ക്യാമ്പയിൻ ടീമായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അത് ഗിവ് ടു ഗെയിൻ എന്നാണ്. എന്ന് പറയുമ്പോൾ നമ്മൾ എത്രത്തോളം അങ്ങോട്ട് കൊടുക്കുന്നു സ്ത്രീകൾക്ക് പ്രാതിനിധ്യം, അവർക്ക് ഇമ്പോർട്ടൻസ്, അവർക്ക് നീതി, അവർക്ക് സമത്വമൊക്കെ കൊടുക്കുന്നു, അതിനനുസരിച്ചായിരിക്കും ആ സമൂഹത്തിന്റെ വളർച്ച എന്ന് പറയുന്നത്. ACV ന്യൂസ്, കോഴിക്കോട്.